ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ബ്രെഡ് അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് തോര വരട്ടിയത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങാം. ഇതാണ് തുവര കേട്ടോ. തുവര പയറെന്നും പറയും ചിലയിടത്ത്, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ ഈ പീസൊക്കെ തൊലിക്കൂലേ, അതേപോലെ കണ്ടാലും ഒരു പീസിൻ്റെയൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ആ ടേസ്റ്റ് അല്ല കേട്ടോ. ഇതിങ്ങനെ തൊലിച്ചെടുത്ത് അതിൻ്റെ ആ മണികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് വെച്ചിട്ട് കുറുമ ഉണ്ടാക്കാം, അതേപോലെ കറി വെക്കാം, ഇറച്ചിക്കറി പോലെയും വെക്കാം. ഇതിപ്പോൾ ഞാൻ ബീഫോ മട്ടനൊക്കെ നമ്മൾ വരട്ടൂലേ, ആ ഒരു ഇതിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. സവാള വെച്ചിട്ടും ചെയ്യാം. ചെറിയ ഉള്ളി കിട്ടാത്തവർക്ക് 2 സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. സവാളയാണ് എടുക്കണമെങ്കിൽ നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ചതച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതും കല്ലിലൊക്കെ നമ്മൾ ചതച്ചുണ്ടാക്കുമ്പോൾ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാ ഉള്ളിയും ഒന്ന് ചതച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി, 2-3 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് 3 എടുത്തത്. പിന്നെ നമുക്ക് ആ തുവര ഒന്ന് കഴുകിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകിയാൽ മതി, അതിൽ അഴുക്കും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കടായിയാണ് വെച്ചിട്ടുള്ളത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് വാടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. വെളിച്ചെണ്ണയും ആ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ പേസ്റ്റാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഈ നമ്മൾ ചെറിയ ഉള്ളി ചതച്ച അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്താൽ മതി കേട്ടോ. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി തക്കാളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും കൂടെ ചേർക്കുക. അതൊന്ന് വാടി വരുമ്പോൾ ഉപ്പിടാം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞ് വരും. അപ്പോൾ അത് കുഴഞ്ഞ ശേഷം നമുക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് സമയം നമ്മൾ ഇളക്കണം കേട്ടോ ആ എണ്ണയിൽ. എന്നാലാണ് ആ മഞ്ഞളിലുള്ള കുർക്കുമിനൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ കാശ്മീരി മാത്രം ഇട്ടത് കേട്ടോ. എരിവില്ലാത്തതാണെങ്കിൽ സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ അതൊന്ന് ഇളക്കിയ ശേഷം 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വരട്ടുക. ഒരു 2 മിനിറ്റോളമൊക്കെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഗരം മസാലപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ചെറിയ സ്പൂണിന് ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. വലിയ സ്പൂണാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ തോര കഴുകി വെച്ചത് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ആ തോരയിലൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കണ പോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ബീഫ് മട്ടനൊക്കെ കഴിക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തോര വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ അപ്പം, ചപ്പാത്തി, ബ്രെഡ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ തോരയിലൊക്കെ നന്നായിട്ട് ആ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പൊക്കെ വെള്ളം ആദ്യം ഒഴിച്ച് ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇത് കുറേ സമയമൊന്നും എടുക്കില്ല കേട്ടോ വേവാൻ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇവിടെ ഒരു തിക്ക് ഗ്രേവിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഒരു പാകത്തിന് അത് മുങ്ങണ പോലെയുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചു. ഇടയ്ക്കൊന്ന് എടുത്ത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതങ്ങനെ അടി പിടിക്കൊന്നും ഇല്ല കേട്ടോ. എന്നാലും ആ തുവര ഒന്ന് ഇളക്കി എല്ലായിടത്തും ആക്കിയാലാണ് ഒരേപോലെ എല്ലാ തുവരയും വെന്ത് കിട്ടുള്ളൂ. ഇനി അടച്ചു വെച്ചിട്ട് വേവുന്ന വരെ അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, ആ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഇരുന്നിട്ട് പിന്നെ വറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് താളിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എന്നാലും അവസാനം ഇങ്ങനെ ഒരു ഉള്ളി അരിഞ്ഞ് താളിച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ടേസ്റ്റാണ് വരിക. ഒരു നാടൻ ടേസ്റ്റ് വരും. ഇനി ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഏറ്റവും അവസാനം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇടാം. നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ടതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൻ്റെ കൂടെ വീണ്ടും കറിവേപ്പില ഇടാഞ്ഞത് കേട്ടോ. ഇനി മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റിയേക്കാം. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡിൽ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ബട്ടർ തേച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ തന്നെ ആയിരുന്നു കേട്ടോ ഈ കറി. ഈ തോര വെച്ചിട്ട് തന്നെ കുറുമ, അതും നല്ല ടേസ്റ്റ് കേട്ടോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിക്കാം. അതേപോലെ പരിപ്പ് കറി വെക്കുന്ന പോലെയും ഈ തോര വെക്കും. അതും ഞാൻ ഒരു പ്രാവശ്യം കാണിക്കാം കേട്ടോ.
അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കറി കണ്ടില്ലേ, കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുണ്ട്, തിക്കായിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ട്. നമ്മൾ ബീഫൊക്കെ വരട്ടിയ ഒരു കളറും ഒരു ടേസ്റ്റും നല്ല തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഈ വീഡിയോയും ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.